ഗിൽഗാമെഷിന്റെ അസ്ഥികളും നെഫിലുകളുമായുള്ള അവരുടെ ബന്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ, ബൈബിൾ പ്രവചനങ്ങൾ, രഹസ്യ സൈനിക പ്രവർത്തനങ്ങൾ, മറഞ്ഞിരിക്കുന്ന പുരാതന അറിവ് എന്നിവയുൾപ്പെടുന്ന എണ്ണമറ്റ സിദ്ധാന്തങ്ങൾക്ക് ഇന്ധനം നൽകിയിട്ടുണ്ട്. ചില ഗവേഷകരും ഗൂഢാലോചന സിദ്ധാന്തക്കാരും വിശ്വസിക്കുന്നത് ശക്തരായ സ്ഥാപനങ്ങൾ, ഒരുപക്ഷെ ഗവൺമെന്റുകളോ രഹസ്യ സംഘടനകളോ നെഫിലുമുകൾ എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കത്തിനു മുമ്പുള്ള ഭീമന്മാരുമായി ബന്ധപ്പെട്ടിരിക്കാവുന്ന ഒരു പുരാതന രാജാവായ ഗിൽഗാമേഷിന്റെ അവശിഷ്ടങ്ങൾ തിരയുന്നുണ്ടോ എന്ന ഇതിനകം കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടും അവരുടെ ഇടയിലുണ്ട്. ഈ നിഗൂഢത ട്രാൻസ്ഹ്യൂമനിസം, ബൈബിൾ പ്രവചനം, അമാനുഷിക പുനരുദ്ധാനത്തിന്റെ സാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പലരും വിചാരിക്കുന്നത് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് പെട്രോളിനോടുള്ള ആർത്തി കൊണ്ടാണെന്നാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നുണ്ട്. ഗിൽഗാമേഷ് ആരായിരുന്നു? ഒരു രാജാവോ അതോ നെഫിലിമോ? ഉറുകിലെ ഒരു പുരാതന സുമേറിയൻ രാജാവായിരുന്ന ഗിൽഗാമേഷ് അറിയപ്പെടുന്ന ഏറ്റവും പഴയ സാഹിത്യകൃതികളിലൊന്നായ ഗിൽഗാമേഷിന്റെ ഇതിഹാസത്തിൽ അനശ്വരമാക്കിയിരുന്നു. ഈ ഇതിഹാസം അദ്ദേഹത്തെ ഒരു അർദ്ധദേവൻ, 2 ഭാഗം ദൈവികൻ, 1 മനുഷ്യൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന് അപാരമായ ശക്തിയുണ്ടായിരുന്നു. അസാധാരണ വിധം ദീർഘകാലം ജീവിച്ചു. ചിലർ വിശ്വസിക്കുന്നത് ഒരു പ്രമേയം അദ്ദേഹത്തെ പുരാതന വീണുപോയ ജീവികളുമായി ബന്ധിപ്പിക്കുന്നു എന്നാണ്. ചില വിവരണങ്ങൾ ഗിൽഗാമേഷിനെ 11 അടിയിൽ കൂടുതൽ ഉയരമുള്ളതായി വിവരിക്കുന്നു. ഇത് നെഫിലിം ഭീമന്മാരെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ഗിൽഗാമേഷിന്റെ ഇതിഹാസം അദ്ദേഹത്തിന്റെ ദൈവതുല്യ ശക്തി, ജ്ഞാനം, അർത്ഥദിവ്യവംശം എന്നിവയെക്കുറിച്ചും സംസാരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ബൈബിളിൽ നെഫിലിമുകളെ ഉൽപ്പത്തി 6:4 വിവരിച്ചിരിക്കുന്നു. ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുടെ അടുക്കൽ ചെന്ന് അവരിൽ നിന്നും കുട്ടികളെ പ്രസവിക്കുകയും അക്കാലത്ത് അതിനുശേഷവും നെഫിലിമുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. അവർ പുരാതന കാലത്തെ വീരന്മാരായിരുന്നു, പ്രസിദ്ധരായ പുരുഷന്മാരായിരുന്നു എന്നും മെൻഷൻ ചെയ്യുന്നുണ്ട്. നെഫിലിമുകൾ വീണുപോയ മാലാഖമാരുടെയും മനുഷ്യ സ്ത്രീകളുടെയും സന്തതികളായ ഭീമന്മാരായ സങ്കരജീവികളാണെന്ന് വിശ്വസിക്കപ്പെട്ടു. ഗിൽഗാമേഷ് വെള്ളപ്പൊക്കാനന്തരം നെഫിലിമായിരുന്നുവെന്നും ചില ബൈബിൾ ഗവേഷകർ അവകാശപ്പെടുന്നു. അതായത് നോഹയുടെ വെള്ളപ്പൊക്കത്തിൽ മിക്ക ഭീമന്മാരും നശിപ്പിച്ചിട്ടും അദ്ദേഹത്തിന്റെ രക്തബന്ധം തുടർന്നു എന്നാണ്. ബൈബിളിൽ നിന്നും നീക്കം ചെയ്തതും എന്നാൽ വ്യാപകമായി പഠിപ്പിക്കപ്പെട്ടതുമായ ഒരു വാചകമായ ഹാനോക്കിന്റെ പുസ്തകത്തിൽ നെഫിലിമുകൾ മ്ലേച്ഛതകളായി കാണുന്നു. ഇത് ഭൂമിയെ വെള്ളപ്പൊക്കത്താൽ ശുദ്ധീകരിക്കാനുള്ള ദൈവത്തിന്റെ തീരുമാനത്തിലേക്ക് നയിച്ചു. ഗിൽഗാമേഷ് അവസാനത്തെ നെഫിലിം ഭരണാധികാരികളിൽ ഒരാളായിരിക്കുമോ എന്നൊരു ചോദ്യചിഹ്നം ഇടയിലുണ്ട്. 2003 ഒരു ജർമ്മൻ പുരാവസ്തു ഗവേഷകനായ ജോർജ് പുരാതന നഗരമായ ഉറുക്കിന്, അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക ഇറാഖിന് സമീപം ഗിൽഗാമേഷിന്റെ ശവകുടീരം കണ്ടെത്തിയതായി അവകാശപ്പെടുന്നു. നിലത്ത് തുളച്ചു കയറുന്ന റഡാർ ഉപയോഗിച്ച് മണലിനടിയിൽ ഒരു വലിയ ശവകുടീരം അറ പോലെ തോന്നിക്കുന്ന ഒന്ന് അദ്ദേഹത്തിന്റെ സംഘം കണ്ടെത്തിയതായി ആരോപിക്കപ്പെടുന്നു. ഈ കണ്ടെത്തലിന് തൊട്ടുപിന്നാലെ US ഇറാഖ് ആക്രമിച്ചു. ഗിൽഗാമേഷിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ ഭാഗമെന്ന് പല ഗൂഢാലോചന സിദ്ധാന്തക്കാരും വിശ്വസിക്കുന്നു. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം US സൈന്യം പ്രദേശം അടച്ചുപൂട്ടി. ഇറാഖിൽ നിന്നും പ്രധാനപ്പെട്ട അവർ എന്തെങ്കിലും കൊണ്ടുപോയി എന്നാണ് സംശയാലുക്കൾ പറയുന്നത്. ഒരുപക്ഷെ ഗിൽഗാമേഷിന്റെ അസ്ഥികളോ DNA ആയിരിക്കാമെന്ന് അവർ അവകാശപ്പെടുന്നു. സ്മിത്ത് തന്റെ പൂർണ്ണ ട്രാൻസ്ക്രിപ്ഷൻ പ്രസിദ്ധീകരിച്ചെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള കഥയുടെ വ്യാഖ്യാനം താൻ ആരംഭിച്ചതായി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പിന്നീട് അത് ഗിൽഗാമേഷിന്റെ ഇതിഹാസമെന്ന് പ്രശംസിക്കപ്പെട്ടു. എന്നാൽ ദാരുണമായി സ്മിത്ത് 1876 36-ാം വയസ്സിൽ അന്തരിച്ചു. എന്നാൽ അദ്ദേഹം ആരംഭിച്ചതെല്ലാം പതിറ്റാണ്ടുകളായി തലമുറയായി ഇന്നും തുടരുന്നു. പട്ടികകളുടെ കൂടുതൽ വിവർത്തനത്തോടെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. മുഴുവൻ കഥയും വെളിപ്പെടുത്തി. വെള്ളപ്പൊക്കത്തിന്റെ കഥയ്ക്ക് അപ്പുറത്തേക്ക് അത് വളരെയധികം പോയി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇറാഖിന്റെ അത്രയും വിസ്തൃതമായ ഗിൽഗാമേഷ് എന്ന പുരാതന മെസോപ്പൊട്ടേമിയ രാജാവിന്റെ ഭ്രാന്തമായ കഥകളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു. എൻഗിഡു എന്നൊരു എതിരാളിയെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവങ്ങൾ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു സ്വേച്ഛാധിപതിയായി അവന്റെ തുടക്കത്തെക്കുറിച്ച് ഇതിഹാസത്തിൽ പറയുന്നു. ആരും മറ്റൊരാളേക്കാൾ മികച്ചവരല്ലെന്ന് കണ്ടെത്തുന്നതും വരെ അവൻ സുഹൃത്തുക്കളുമായി ഗുസ്തി നടത്തി. ഇതിഹാസത്തിൽ വിശദമായി വിവരിച്ചിരിക്കുന്ന സാഹസികതകളുടെ ഒരു പരമ്പരയ്ക്കായി അവർ ഒരുമിച്ച് പുറപ്പെട്ടു. എൻഗിഡുവിന്റെ മരണശേഷം ഗിൽഗാമേഷ് തന്റെ ജീവിതകാലം മുഴുവൻ നിത്യജീവിതത്തിന്റെ രഹസ്യങ്ങൾ തേടി ചെലവഴിച്ചു. ഇത് മറ്റൊരു സാഹസ്യ പരമ്പരയിലേക്ക് നയിച്ചു. പുരാതന സമഹാര ലിയാഡിന്റെയും ഹോമറിന്റെയും ഒഡീസിയുടെയും പ്രസിദ്ധമായ ചില കൃതികൾ ഉൾപ്പെടെ നിരവധി ഇതിഹാസ സാഹിത്യ വിഭാഗങ്ങൾക്ക് പ്രചോദനമായി മാറിയെന്ന് സ്കോളർമാർ സമ്മതിച്ചു. വ്യക്തിത്വ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഗിൽഗാമേഷ് കഥാപാത്രത്തിന്റെ വിവർത്തനം ആധുനിക കണ്ടെത്തലുകളിലും ഒരു റഫറൻസായി ഉപയോഗിച്ചു.
അദ്ദേഹം ഒരു മനുഷ്യന്റെയും ദേവതയുടെയും സന്തതിയായിരുന്നു എന്ന വസ്തുത പോലെ അത് അവനെ 1/3 മനുഷ്യനും 2/3 ദിവ്യനുമാക്കി. 17 അടി ഉയരമുള്ള ഒരു വലിയ ശാരീരിക ഉയരം അദ്ദേഹത്തിന് നൽകി. ഈ ഉയരത്തോടെ അമാനുഷിക ശക്തിയും സഹിഷ്ണുതയും വ്യക്തമായ ബുദ്ധിശക്തിയും ലഭിച്ചു. എന്നാൽ ഈ വ്യക്തിത്വ സവിശേഷതകൾ ഗിൽഗാമേഷിനെ എല്ലാ വെല്ലുവിളികളെയും പരാജയപ്പെടുത്താൻ സഹായിച്ചു. കഥയിൽ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണ ജ്ഞാനം നൽകി. അദ്ദേഹം ഏറ്റവും ജ്ഞാനം നേടിയ ഒരു ഭ്രമണപഥത്തിന്റെ അവസാനത്തിലെത്തി. 2003 അദ്ദേഹത്തിന്റെ ശവകുടീരം കണ്ടെത്തിയത് ഇറാഖിനെ തകർക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം. ലോകമെമ്പാടുമുള്ള ആളുകൾ അവയിൽ കൈകോർക്കാൻ എന്തും ചെയ്യുമായിരുന്നു എന്നതിൽ സംശയമില്ല. ഇത് അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തിന് പിന്നിലെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയ്ക്ക് കാരണമായി. 9/11 അപകടവുമായി ഇറാഖിന് നേരിട്ട് ബന്ധമില്ല. പക്ഷേ ഔദ്യോഗിക സർക്കാർ രേഖകൾ പ്രകാരം ഇറാഖ് നേതാവ് സദ്ദാം ഹുസൈൻ ചില അജ്ഞാത കൂട്ടുനശീകരണ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചതായി പറയപ്പെടുന്നു. അതും ഒടുവിലൊരു നുണയാണെന്ന് തെളിഞ്ഞു. ഇറാഖിന്റെ എണ്ണ വിതരണത്തിൽ US നിയന്ത്രണം ആഗ്രഹിക്കുന്നതോ നടപ്പിലാക്കുന്നതോ പോലുള്ള കാരണങ്ങൾ ചിലർ നിർദ്ദേശിച്ചതുപോലെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാരണമായിരുന്നില്ല. ഗിൽഗാമേഷിന്റെ ശവകുടീരം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ അധിനിവേശം ആരംഭിച്ചതും ഒരു സത്യം തന്നെയാണ്. സൈന്യം രാജ്യം ആക്രമിച്ചതോടെ ഗിൽഗാമേഷ് സ്ഥലത്തിന്റെ താവളങ്ങൾ നിലവിൽ വന്നതും കണക്കിലെടുക്കുമ്പോൾ സാധ്യമായ എല്ലാ രഹസ്യങ്ങളും കണ്ടുകിട്ടിയത് യാദൃശികമല്ലായിരിക്കാം. ABC ന്യൂസിലെയും BBCയിലെയും പ്രധാന വ്യക്തികൾ ഉൾപ്പെടെ എല്ലാ സയന്റിസ്റ്റുകാരെയും മാധ്യമ അംഗങ്ങളെയും നാട്ടിലേക്ക് അയച്ചതിന് തൊട്ടു പിന്നാലെ ഗിൽഗാമേഷിന്റെ ശവകുടീരം കണ്ടെത്തിയതിന്റെ കഥ ആഗോള വാർത്താ ചാനലുകളിൽ നിന്നും തൽക്ഷണം നീക്കം ചെയ്യപ്പെട്ടു. ശവകുടീര സ്ഥലത്തു നിന്നും ചുറ്റും US സൈന്യം ഖനനം നടത്തുന്നത് നിരീക്ഷിച്ചതായി അവകാശപ്പെടുന്ന സാക്ഷികളുടെ അപരിചിതമായ വിവരണങ്ങൾ വീണ്ടും പുറത്തു വന്നിട്ടുണ്ട്. US അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തി ഗിൽഗാമേഷിന്റെ അസ്ഥികൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഗിൽഗാമേഷ് ഒരു നെഫിലിം ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജനിതക വസ്തുക്കൾ അമാനുഷിക ശക്തി, ബുദ്ധിശക്തി അല്ലെങ്കിൽ ദീർഘായുസ് എന്നിവയുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുമായിരുന്നു. സേൺ പോലുള്ള രഹസ്യ ഗ്രൂപ്പുകളോ ശാസ്ത്രീയ സംഘടനകളോ പുരാതന ജീവികളെ തിരികെ കൊണ്ടുവരാനുള്ള വഴികളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. ചിലർ ബൈബിൾ പണ്ഡിതന്മാർ ഒരു ശക്തനായ രാജാവിന്റെ പുനരുദ്ധാനത്തെ എതിർ ക്രിസ്തു പ്രവചനവുമായി ബന്ധിപ്പിക്കുന്നു. അത്തരമൊരു തിരിച്ചുവരവ് അന്ത്യകാല സംഭവങ്ങളുമായി യോജിച്ചു പോകുമെന്നും സൂചിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കണിക ഭൗതിക പരീക്ഷണശാലയായ സേൺ ഗിൽഗാമേഷുമായുള്ള നിഗൂഢ ബന്ധവും സ്വിറ്റ്സർലാൻഡിലെ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിന്റെ ആസ്ഥാനമായ സേൺ ലോകത്തിലെ ഏറ്റവും ശക്തമായ കണിക ത്വരിതപ്പെടുത്തലിന്റെ കേന്ദ്രമാണ്. ഇതൊരു ശാസ്ത്രീയ പദ്ധതി മാത്രമല്ല, മറ്റു മാനങ്ങളിലേക്കും കവാടങ്ങൾ തുറക്കാൻ കഴിവുള്ള ഒരു നിഗൂഢ കേന്ദ്രം കൂടിയാണെന്ന് പലരും വിശ്വസിക്കുന്നു. ചില സൈദ്ധാന്തികർ സൂചിപ്പിക്കുന്നത് സേൺ ഭൂതകാലത്തേക്ക് പ്രവേശിക്കാൻ സമയത്തിലൂടെയോ മറ്റു മാനങ്ങളിലൂടെയോ തുളച്ചു കയറാൻ ശ്രമിക്കുകയാണെന്നാണ്. ഒരുപക്ഷെ ഗിൽഗാമേഷ് പോലുള്ള വ്യക്തികളെ പുനർജീവിപ്പിക്കാൻ സേണിന്റെ പരീക്ഷണങ്ങൾ വീണുപോയ മാലാകമാരെയോ പുരാതന നെഫിലിമുകളുടെ ആത്മാക്കളെയോ വിളിച്ചു വരുത്തുന്നതായിരിക്കാമെന്നും നിഗൂഢ സയന്റിസ്റ്റുകാർ വിശ്വസിക്കുന്നു. സേൺ വാതിലുകൾ തുറക്കാൻ പ്രാപ്തമാണെങ്കിൽ ഗിൽഗാമേഷ്, നിമ്രോദ് തുടങ്ങിയ പുരാതന ഭരണാധികാരിയുടെ ആത്മാക്കളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരിക്കാം എന്ന് സിദ്ധാന്തം സൂചിപ്പിക്കുന്നു. പ്രവചന നിരീക്ഷകരിൽ പലരും വിശ്വസിക്കുന്നത് അന്ത്യകാലത്ത് ജീവിച്ചിരുന്ന ഒരു ശക്തനായ ഭരണാധികാരി ജനിതക പുനരുദ്ധാനത്തിലൂടെയോ അമാനുഷിക പുനർജീവനത്തിലൂടെയോ മടങ്ങിവരുമെന്നാണ്. വെളിപ്പാട് 17:8 ഉണ്ടായിരുന്നതും ഇല്ലാത്തതും ഇപ്പോൾ നിലനിൽക്കുന്നതുമായ മൃഗത്തെ വിവരിക്കുന്നു. ഇത് തിരിച്ചുവരുന്ന ഒരു ചരിത്ര വ്യക്തിയാണെന്ന് സൂചിപ്പിക്കുന്നത് ചിലർ വിശ്വസിക്കുന്നു. ബാബിലോണിലെ ആദ്യ രാജാവായ നിമ്രോദിനെ അവസാന ലോക ഭരണാധികാരിയായി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്നും ചിലർ വിശ്വസിക്കുന്നു. ചിലർ നിമ്രോദും ഗിൽഗാമേഷും ഒരേ വ്യക്തിയാണെന്നും അവകാശപ്പെടുന്നു. ഗിൽഗാമേഷിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്തതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ശവകുടീരം കണ്ടെത്തിയതിനെ തുടർന്ന് ഇറാഖിൽ പെട്ടെന്നുള്ള US സൈനിക ഇടപെടൽ സംശയാസ്പദമായി തുടരുന്നു. സേൺ പുരാതന DNA നെഫിലിമുകളുടെ തിരിച്ചുവരവ് എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ അമാനുഷികമായ എന്തെങ്കിലും വെളിപ്പെടുന്നതിന്റെ വക്കിലാണെന്നും പലരെയും വിശ്വസിപ്പിക്കുന്നു. ഗിൽഗാമേഷിന്റെ വ്യക്തിത്വത്തിന്റെയും അസാധ്യമായ പുനരുദ്ധാനത്തിന്റെയും ഇരുണ്ട നിഗൂഢ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് ഭയാനകമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. അദ്ദേഹം ഒരു ശക്തനായ രാജാവായിരുന്നോ, അതോ ഒരു നെഫിലിം സങ്കര ഇനമായിരുന്നോ, അതോ അതിലും വലിയ ദുഷ്ടനും മറ്റെന്തെങ്കിലുമായിരുന്നു? അദ്ദേഹത്തിന്റെ ശരീരം കണ്ടെത്തിയതായും രഹസ്യ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതിനാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും വളരെ വലിയ ഒന്നിന്റെ വക്കിലാണ് നാം നിൽക്കുന്നത്. പുരാതന ഭീമന്മാർ, അർത്ഥദേവന്മാർ അല്ലെങ്കിൽ വീണുപോയ മാലാകന്മാർ പോലും പുനർജീവിക്കപ്പെടുന്നുണ്ടാകുമോ? അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണോ? ആധുനിക ശാസ്ത്രം നെഫിലിൻ ഭരണാധികാരികളുടെ തിരിച്ചുവരൻ വഴിയൊരുക്കുകയാണോ എന്ന് പോലും ഇന്ന് സംശയമാണ്. സാങ്കേതികവിദ്യ പുരോഗമിക്കുകയും കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യുമ്പോൾ ഗിൽഗാമേഷിന്റെ അസ്ഥികൾക്ക് പിന്നിലെ സത്യം, മനുഷ്യരാശിയുടെ ഭാവിക്ക് അവ എന്തർത്ഥമാകുമെന്ന് ലോകം ഉടൻ തന്നെ വെളിപ്പെടുത്തിയേക്കാം.